Dear students, very good morning all. All are welcome to Financial Accounting video classroom. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിലബസിലെ 4th മൊഡ്യൂള് ബ്രാഞ്ച് അക്കൗണ്ട്സ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ BBA കോഴ്സിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് BCom ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ടാവും. അപ്പോൾ അതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അല്ലെങ്കിൽ ഒരു മൊഡ്യൂളാണ് ബ്രാഞ്ച് അക്കൗണ്ട്സ്, 4th മൊഡ്യൂൾ. അപ്പോൾ നമ്മൾ അക്കൗണ്ട്സ് നിങ്ങൾ പഠിക്കുന്ന സമയം അക്കൗണ്ട്സിൽ എങ്ങനെ നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം, ഓരോ മൊഡ്യൂളിൽ നിന്നും എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക, അപ്പോൾ അതിൽ ഓരോ മൊഡ്യൂളിലും ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്, എങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ ടു കമ്പയറിങ് വിത്ത് തിയറി പേപ്പർ മറ്റു പേപ്പറുകളെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോൾ അക്കൗണ്ട്സ് പേപ്പറിൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഏറ്റവും ഷോർട്ട് കട്ട് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഓരോ മൊഡ്യൂളിലും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഏരിയ ഏതാണ്, ഈവൻ തിയറി ഓർ പ്രാക്ടിക്കൽ. അപ്പോൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നതായിരുന്നാലും തിയറി ആയിരുന്നാലും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഏത് ഏരിയയാണ് ക്വസ്റ്റ്യൻ, എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് മിക്കവാറും 17 മാർക്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് 20 മാർക്സ് ഇന്റേണലും ദെൻ റിമൈനിങ് 20 മാർക്സ് ആണ് എക്സാം പാസ്സാവാൻ വേണ്ട. ടോട്ടൽ 40 മാർക്സ് ആണല്ലോ. അപ്പോൾ അങ്ങനെ 40 മാർക്സിൽ 20 ഇന്റേണൽ മാർക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ സ്കോർ ചെയ്യുന്നു. പിന്നെ നമുക്ക് വേണ്ടത് 20 മാർക്സ്. ആ 20 മാർക്സിൽ 17 മാർക്സും ഈ ഒരു മൊഡ്യൂളിൽ നിന്നാണ് ചോദിക്കുന്നത്. പിന്നെ നമ്മൾ സ്കോർ ചെയ്യേണ്ടത് എത്ര? ഓൺലി 3 മാർക്സ്. ആ ഒരു 3 മാർക്സിന് വീണ്ടും നമ്മുടെ കയ്യിൽ 4 മൊഡ്യൂളുണ്ട്. പാസ്സാവാനുള്ള കേസാണ് പറയുന്നത്. പിന്നെ അങ്ങോട്ട് അഡീഷണൽ മാർക്ക് വാങ്ങുന്നത് നിങ്ങളുടെ സ്കില്ല്, നിങ്ങളുടെ കൈപ്പോലിറ്റി, നിങ്ങളുടെ കപ്പാസിറ്റി അതിനനുസരിച്ച് കൊണ്ട് മാറിക്കും. അപ്പോൾ ഇവിടെ 2 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. തിയറി ആണ്, തിയറി പാർട്ടിൽ 2 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതുപോലെ ഷോർട്ട് എസ്സേ 5 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ 5 മാർക്സിന്റെ ക്വസ്റ്റ്യനിൽ രണ്ടിനും ചാൻസ് ഉണ്ട്, ഒന്നുകിൽ തിയറി അല്ലെങ്കിൽ പ്രോബ്ലം. ഒന്നുകിൽ തിയറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക, അതല്ലെങ്കിൽ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കും. ദെൻ ലാസ്റ്റ് എസ്സേ പാർട്ടിൽ പ്യൂർലി പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഓക്കെ, അപ്പോൾ ടോട്ടൽ 17 മാർക്സ് ഈ ഒരൊറ്റ മൊഡ്യൂളിൽ നിന്ന്. ഇനി നിങ്ങൾ പാസ്സാവാൻ വേണ്ടി 3 മാർക്സും കൂടി സ്കോർ ചെയ്താൽ 20 മാർക്സ് ആയി, ഇന്റേണൽ 20 കൂടി ആകുമ്പോൾ 40 മാർക്സ് ആയി, എക്സാം പാസ്സായി. ദെൻ ഇനി പെർസെൻറ്റേജ് കൂട്ടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അതിന് ഓരോ മൊഡ്യൂളിൽ നിന്നും ഒരു 10 മാർക്ക് ഈച്ച് നിങ്ങൾ സ്കോർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പോൾ ഒരു 10 മാർക്ക് ഈച്ച് ഓരോ ചാപ്റ്ററിൽ നിന്നും അല്ലെങ്കിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും സ്കോർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ 40 മാർക്സ് ആയി. അപ്പോൾ 80 ഔട്ട് ഓഫ് 80. അപ്പോൾ 80 മാർക്സ് നമ്മുടെ കയ്യിലായി. അപ്പോൾ അങ്ങനെ സിമ്പിളൈസ്ഡ് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം പേപ്പറും ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല. അത് മനസ്സിലാക്കി നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് പ്രോബ്ലം പേപ്പറിൽ നമുക്ക് മാർക്ക് താഴോട്ട് പോകുന്നത്. എനിവേ, നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ചാപ്റ്റർ നെയിം ബ്രാഞ്ച് അക്കൗണ്ട്സ്. ബ്രാഞ്ച് അക്കൗണ്ട്സ്. അക്കൗണ്ടൻസിന്റെ ബേസിക് ഫാക്ട് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയും എന്ന് ഞാൻ കരുതുന്നു. ഫണ്ടമെന്റൽ ആയിട്ട് യൂസ് ചെയ്യുന്ന 3 മെത്തേഡാണുള്ളത്, അതായത് 3 റൂളാണ് ഫോളോ ചെയ്യുന്നത്. ഒന്ന് പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂള്, രണ്ടാമത്തത് റിയൽ അക്കൗണ്ടിന്റെ റൂള്, മൂന്നാമത്തത് നോമിനൽ അക്കൗണ്ടിന്റെ റൂള്. എന്താണ് പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂള്? എല്ലാ അക്കൗണ്ടിനും എന്തുണ്ടായിരിക്കും? ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും അതുപോലെ ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടാവും. പേഴ്സണൽ അക്കൗണ്ടിനും റിയൽ അക്കൗണ്ടിനും അതുപോലെ നോമിനൽ അക്കൗണ്ടിനും എല്ലാത്തിനും ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും. എന്താണ് പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂള്? ഡെബിറ്റ് വാട്ട്? ഡെബിറ്റ് ദ റിസീവർ, ഡെബിറ്റ് ദി റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ഓക്കെ, അപ്പോൾ പേഴ്സണൽ അക്കൗണ്ട് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു അക്കൗണ്ട്സ് നമ്മൾ വർക്കൗട്ട് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ജേർണൽ എഴുതാനുണ്ടെങ്കിൽ അവിടെ പണം അല്ലെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ ഇവന്റ് അല്ലെങ്കിൽ സർവീസ് ആരാണോ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് അവരെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അക്കൗണ്ടിന്റെ റൂൾ പ്രകാരം ഡെബിറ്റ് ദ റിസീവർ
ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. അപ്പോൾ ഏത് പ്രോഡക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ക്യാഷ് ആവാം, അല്ലെങ്കിൽ ഒരു സർവീസ് ആവാം, ഇത് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ആളിന്റെ പേരിൽ ഡെബിറ്റ് ചെയ്യുന്നു. ആരാണോ അത് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അവർ അക്കൗണ്ടിൽ ക്രെഡിറ്റും ചെയ്യും. ഇതാണ് ഇതിന്റെ റൂള്. സെക്കൻഡ് വൺ, റിയൽ അക്കൗണ്ട്. എന്താണ് റിയൽ അക്കൗണ്ടിലെ റൂള്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് credit was debit was credit was goes out. Debit what comes in and credit was goes out. Okay, അപ്പോൾ എന്ത് ഇവന്റ് ആണോ ഒരു ഫേമിനകത്തേക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽസിന് കിട്ടിയിട്ടുള്ളത് അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ കേസാണ് അയാളെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ളത് അല്ലെങ്കിൽ ആ യൂണിറ്റിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുള്ളതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ എന്താ? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് all incomes or gains. ഇതാണ്. ഇത് ജനറലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൂളാണ്. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ അക്കൗണ്ടൻസിയിലെ ജേണൽ എൻട്രി എഴുതി ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായി നിങ്ങൾക്ക് അറിവുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ആ ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്. ആർക്കെങ്കിലും അറിയാത്ത അല്ലെങ്കിൽ മെമ്മറിയിൽ ഇല്ലാത്തൊരു കേസ് ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് റിമെമ്പർ ചെയ്ത് വെക്കുക. അപ്പം വളരെ സിമ്പിൾ ആയിട്ട് വർക്കൗട്ട് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് നമ്മുടെ പുതിയ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ബ്രാഞ്ച് അക്കൗണ്ട്സ്. എന്തിനാണ് ബ്രാഞ്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് ബ്രാഞ്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്? ദെൻ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നത് എപ്പോഴാ? ഒരു ഫേമിന്റെ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ വോളിയം കൂടുന്ന സമയം, അല്ലെങ്കിൽ അതിൽ എക്സ്പാൻഷൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഡിഫറെന്റ് ടെറിട്ടറിയിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ലൊക്കാലിറ്റിയിൽ അവരുടെ ബിസിനസിന്റെ എക്സ്പാൻഷൻ നടക്കുമ്പോഴാണ് ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നത്. എ ബ്രാഞ്ച് ഈസ് എ സെഗ്മെന്റ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസിന്റെ ഒരു സെഗ്മെന്റിനാണ് എന്ത് പറയുക? ബ്രാഞ്ച് എന്ന് പറയാം. ഇറ്റ് ഈസ് എ ചെയിൻ ഓഫ് ഷോപ്സ് ഫങ്ഷനിങ് ഇൻ ഡിഫറെന്റ് ലൊക്കാലിറ്റീസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദി ഹെഡ് ഓഫീസ്. അപ്പോൾ ഹെഡ് ഓഫീസിന്റെ കൺട്രോളിൽ ഡിഫറെന്റ് ലൊക്കാലിറ്റീസിൽ ഒരു ചെയിന് പോലെ ഓപ്പൺ ആയി കിടക്കുന്ന സെന്റർ ആണ് ഏത്? ബ്രാഞ്ച് എന്ന് പറയുന്നത്. ദ സിസ്റ്റം ഓഫ് ഓപ്പറേറ്റിംഗ് ബിസിനസ് ഇൻ സെവറൽ പ്ലേസസ് ത്രൂ വൺസ് ഓൺ എസ്റ്റാബ്ലിഷ്മെന്റ് ഈസ് കോൾഡ് ബ്രാഞ്ച് ഓർഗനൈസേഷൻ. ഇപ്പോൾ ഒരു ഹെഡ് ഓഫീസിന്റെ അല്ലെങ്കിൽ ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ഫേമിന്റെ കൺട്രോളിൽ ഡിഫറെന്റ് ലൊക്കാലിറ്റിയിൽ ഓപ്പൺ ചെയ്യുന്ന സെക്ടറിനെ ആണ് നമ്മൾ ബ്രാഞ്ച് എന്ന് ട്രീറ്റ് ചെയ്ത് പോകുക. ബ്രാഞ്ച് അക്കൗണ്ട്സ് ആർ അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു ഡിഫറെന്റ് ബ്രാഞ്ചസ്. ബ്രാഞ്ച് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ഹെഡ് ഓഫീസിന്റെ കീഴിൽ എത്ര ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ ആ മുഴുവൻ ബ്രാഞ്ചുകളുടെയും അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യലാണ്. Then and are used to ascertain the trading result of each branch separately. ഓക്കെ, ഇപ്പൊ ഡൽഹിയിലെ ഹെഡ് ഓഫീസ് ഉള്ള ഒരു ഓർഗനൈസേഷന് കേരളത്തിൽ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മദ്രാസിൽ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ബാംഗ്ലൂരിൽ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഡിഫറെന്റ് ബ്രാഞ്ചസിന് ഡിഫറെന്റ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു ഹെഡ് ഓഫീസിന്റെ കൺട്രോളിൽ. ഓക്കെ, അപ്പോൾ ഡിഫറെന്റ് ടെറിട്ടറിയിൽ ഡിഫറെന്റ് ലൊക്കാലിറ്റിയിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള സെക്ടേഴ്സിന്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തു പോകലാണ് ബ്രാഞ്ച് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, ദെൻ നീഡ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. നീഡ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ട്. എന്താണ് ഒരു ബ്രാഞ്ച് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടുള്ള ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, ഇപ്പോൾ നിങ്ങളുടെയൊക്കെ പാരൻസ് ആരെങ്കിലും ഒക്കെ ബിസിനസ് റൺ ചെയ്ത് പോകുന്നവരുണ്ടാവും. അപ്പോൾ അവരുടെ ഒരു ബിസിനസിന്റെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് ഇപ്പോൾ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ തന്നെ ഡിഫറെന്റ് ലൊക്കാലിറ്റിയിലേക്ക് അവർ സ്പ്രെഡ് ചെയ്യണമെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിഫറെന്റ് ലൊക്കാലിറ്റിയിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ ബ്രാഞ്ച് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താണ്?
എന്താണ് അതിന്റെ മേജർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്? ഏതൊക്കെ ബ്രാഞ്ചാണ് പ്രോഫിറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ലോസിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് അറിയണം. ഓക്കെ, ടു അസർട്ടൈൻ വെദർ ദ ബ്രാഞ്ച് ഷുഡ് ബി എക്സ്പാൻഡഡ് ഓർ ക്ലോസ്ഡ്. ഇതിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് എക്സ്പാൻഷൻ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യേണ്ടതുണ്ടോ? അപ്പൊ അത് ക്ലോസ് ചെയ്യണം അല്ലെങ്കിൽ അതിന് എക്സ്പാൻഷൻ വേണം എന്നുണ്ടെങ്കിൽ എന്തറിയണം? ആ ഒരു ബ്രാഞ്ചിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ടു അസർട്ടൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ഈച്ച് ബ്രാഞ്ച്. ഒരുപാട് ലൊക്കാലിറ്റിയിൽ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ലൊക്കാലിറ്റിയിലുള്ള ബ്രാഞ്ചിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറിഞ്ഞിരിക്കണം. Then to ascertain the profit or loss of each branch. Then to ascertain the financial position of each branch. നമുക്കറിയാം ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാ? ബാലൻസ് ഷീറ്റ് ആണല്ലോ. ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി ഒരു യൂണിറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഏത്? ബാലൻസ് ഷീറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റ്, ഓരോ ബ്രാഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ്, ഓരോ ബ്രാഞ്ചിന്റെയും പ്രോഫിറ്റ് ഏത് രീതിയിലാണ് പോകുന്നത്. Then to help to controlling branches. ബ്രാഞ്ചിനൊക്കെ ഒരു മൂക്ക് കയറിടുക അല്ലെങ്കിൽ ഒരു കൺട്രോൾ അല്ലെങ്കിൽ ഒരു സൂപ്പർവിഷൻ നടത്തണമെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യണം. ഓക്കെ, then to assess the progress or performance of each branch. ഓരോ ബ്രാഞ്ചിന്റെ, ഇപ്പൊ മാങ്കാവിൽ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, നടക്കാവിൽ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, കണ്ണൂരിൽ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ലൊക്കാലിറ്റിയിലും ഇങ്ങനെ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ബ്രാഞ്ചിന്റെ പെർഫോമൻസ് എന്താണ്, അവരുടെ പ്രോഗ്രസ് എങ്ങനെയാണ്, അതിന്റെ ഗ്രാഫിക്കൽ പ്രസന്റേഷൻ അപ്വേർഡ് ആണോ അല്ലെങ്കിൽ ഡൗൺവേർഡ് ആണോ എന്നുള്ളത് അസർട്ടൈൻ ചെയ്യണം. Then to ascertain the requirement of stock and cash for each branch. ഓരോ ബ്രാഞ്ചിനും മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന് സപ്ലൈ ചെയ്യുന്നതിനുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ എത്രമാത്രം ക്വാണ്ടിറ്റി സ്റ്റോക്ക് ഉണ്ട്, എത്രമാത്രം ക്യാഷ് ഉണ്ട്, എത്രമാത്രം ക്യാഷ് യൂസ് ചെയ്യേണ്ടി വരും, ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രാഞ്ച് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ദീസ് ആർ ദ നീഡ്സ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രാഞ്ച് അക്കൗണ്ട്സ്. ദ നെക്സ്റ്റ് പാർട്ട്, ടൈപ്സ് ഓഫ് ബ്രാഞ്ചസ്. ഡിഫറെന്റ് ബ്രാഞ്ചസ് ഉണ്ട്. ബ്രാഞ്ചസ് തന്നെ ഡിഫറെന്റ് കാറ്റഗറീസിലാണ്. ഓക്കെ, then branches may be divided into 3 categories. ഏതൊക്കെയാണ്? നമ്പർ 1 ഡിപ്പെൻഡന്റ് ബ്രാഞ്ച്, സെക്കൻഡ് 1 ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച്, തേർഡ് 1 ഫോറിൻ ബ്രാഞ്ചസ്. വൺസ് മോർ, ഫസ്റ്റ് 1 ഡിപ്പെൻഡന്റ് ബ്രാഞ്ച്. നമുക്കറിയാം നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ നൈബേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഫേമിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഫേമിലെ മാനേജറെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്താ അതിന്റെ മീനിങ്? എന്താ? ഓവറോൾ കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കും? ഇപ്പൊ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ പാരന്റ്സിന്റെ കയ്യിലാണ്. ഫ്രണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നെങ്കിൽ ഫ്രണ്ട്സാണ് അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത്. നൈബേഴ്സിനെ ആണെന്നുണ്ടെങ്കിൽ നൈബേഴ്സ് ആണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. അതാണ് ഡിപ്പെൻഡ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച്, ഇപ്പൊ നിങ്ങളൊക്കെ വർക്ക് ചെയ്തു, നിങ്ങൾക്കൊരു പഠനം കംപ്ലീറ്റ് ആയി അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആയി, നിങ്ങൾക്ക് ജോബ് കിട്ടി, നിങ്ങൾ മാരീഡ് ആയി, നിങ്ങൾ നിങ്ങളുടെ സെൽഫായിട്ടുള്ള ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? നിങ്ങൾ ഇൻഡിപെൻഡന്റ് പേഴ്സൺസ് ആയി. അപ്പൊ നിങ്ങൾ സ്വതന്ത്രരായിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വഴിയിൽ ചിന്തിച്ചു പോകും. ബട്ട് ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസ്, അപ്പൊ ആ ബ്രാഞ്ചിന്റെ ഓവറോൾ കൺട്രോൾ എന്താണ്? ആ ബ്രാഞ്ച് തന്നെ ചെയ്യാണ്. അതാണ് ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച്. ദെൻ ഫോറിൻ ബ്രാഞ്ചസ്. അപ്പോൾ ഫോറിൻ കൺട്രീസിൽ എന്ത് ചെയ്യുന്നു? ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്തു പോകുന്നതിന്റെ കേസാണ് ഫോറിൻ ബ്രാഞ്ചസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മേജർലി ഈ 2 കേസസ് ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് ഡിപ്പെൻഡന്റ് ബ്രാഞ്ചും സെക്കൻഡ് 1 ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചും. ഒന്നുമില്ല, ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇപ്പൊ എന്തൊരു ആക്ടിവിറ്റീസും, ഈവൺ ഒരു 5 രൂപയുടെ ഒരു പ്രോഡക്റ്റ് ഓപ്പൺ മാർക്കറ്റിൽ വാങ്ങിക്കണമെങ്കിൽ ഹെഡ് ഓഫീസിന്റെ പെർമിഷൻ വേണം, ഹെഡ് ഓഫീസിന്റെ സാങ്ഷൻ വേണം. ഒരു സ്റ്റാമ്പ് 2 രൂപ കൊടുത്താൽ 1 രൂപ കൊടുത്താൽ ഒരു സ്റ്റാമ്പ് വാങ്ങിക്കാം. ആ സ്റ്റാമ്പ് 1 രൂപ കൊടുത്ത് വാങ്ങിക്കണമെങ്കിൽ അതിന് ക്യാഷ് എവിടെ നിന്ന് വരണം? ഹെഡ് ഓഫീസിൽ നിന്ന് വരണം. അല്ലാതെ ബ്രാഞ്ച് മാനേജറുടെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് യാതൊരു കാരണവശാലും ബ്രാഞ്ചിലെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ബ്രാഞ്ചിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തു പോകാൻ പാടുള്ളതല്ല. ഏത് കേസിൽ? ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസിന്റെ കേസിൽ. എന്നാൽ ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസിന്റെ കേസിൽ എന്താ? അവിടുത്തെ ബാങ്ക് മാനേജർക്ക് ഏത് രീതിയിലും എന്ത് ചെയ്യാം? ക്യാഷ് ഇൻവോൾവ്മെന്റ് നടത്താം. അതായത് പ്രോഡക്റ്റ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, അത് സെയിൽ ചെയ്യുന്ന രീതികളിൽ മാറ്റം വരുത്താം. അപ്പൊ അവിടെ പൂർണ്ണമായ കൺട്രോൾ ആരുടെ പക്കലുണ്ടാവില്ല? ഹെഡ് ഓഫീസിന്റെ പക്കലുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ 3 ടൈപ്സിലാണുള്ളത്. ഒന്ന് ഡിപ്പെൻഡന്റ് ബ്രാഞ്ച്,
രണ്ടാമത്തത് ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച്. Third one, foreign branches. Foreign branch. Okay, foreign branches. Is it clear? Then detailed study on dependent branches. Dependent branches. Dependent branches. Okay. Then dependent branches are branches which do not maintain its own set of books. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു ഷോപ്പ് നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അവിടുത്തെ അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുക. പക്ഷെ അതൊരു ഡിപ്പെൻഡന്റ് ബ്രാഞ്ച് ആണെന്നുണ്ടെങ്കിൽ ആ ഡിപ്പെൻഡന്റ് ബ്രാഞ്ച് എന്ത് ചെയ്യുന്നില്ല, അവരുടേതായ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒരിക്കലും പ്രിപ്പയർ ചെയ്യുന്നില്ല. ഓൾ റെക്കോർഡ്സ് ഹാവ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ ദ ഹെഡ് ഓഫീസ്. അവിടെ എന്താ ചെയ്യുന്നത്, ഹെഡ് ഓഫീസ് ആണ് എല്ലാ ബുക്സ് ഓഫ് റെക്കോർഡ്സും കീപ്പ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ഓക്കെ, ദ ഫോളോയിങ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസ്. അപ്പൊ ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസിന്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ് എന്നുള്ളത് ചെക്ക് ചെയ്യാം. നമ്മൾ പറഞ്ഞു ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ 5 മാർക്കിന്റെ ഏരിയയിൽ തിയറി പാർട്ടിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പം റൈറ്റ് ഷോർട്ട് നോട്ട് അബൌട്ട് ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ അപ്പൊ എന്താണ് ഡിപ്പെൻഡന്റ് ബ്രാഞ്ച് എന്ന് എഴുതുക, ഡിപ്പെൻഡന്റ് ബ്രാഞ്ചിന്റെ ഫീച്ചേഴ്സ് എന്താണ്, ഡിപ്പെൻഡന്റ് ബ്രാഞ്ചിന് എന്ത് അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് എഴുതി കൊടുക്കുക. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫീച്ചേഴ്സ്. Then these branches sells only such goods which are supplied by the head office. ഇപ്പോൾ ഗുഡ്സ് സപ്ലൈഡ് ചെയ്യുന്നത് ആരാണ്, സെൽസ്. ഇപ്പോൾ ഗുഡ്സ് സെൽ ചെയ്യുന്നത് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആര് തന്നിട്ടുള്ളതാ, ഹെഡ് ഓഫീസ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് മാത്രമേ ബ്രാഞ്ചിന് സെയിൽ ചെയ്യാൻ പാടുള്ളൂ. These branches sells only such goods which are supplied by the head office. Then second one, the head pays all branch expense. Branch expense pay ചെയ്യുന്നത് ആരാണ്, ഹെഡ് ഓഫീസ്. Third one, the branch manager out of petty cash book pays some petty expense. അപ്പോൾ പെറ്റി എക്സ്പെൻസ് മാത്രം എന്ത് ചെയ്യുന്നു, ബ്രാഞ്ചിലെ മാനേജർ പേയ്മെന്റ് നടത്തുന്നു, ബാക്കിയുള്ള എല്ലാ പേയ്മെന്റ് നടത്തുന്നത് ഹെഡ് ഓഫീസാണ്. ഓക്കെ, ദ ബ്രാഞ്ച് മാനേജർ ഔട്ട് ഓഫ് പെറ്റി cash book pays some petty expenses. Then fourth one, such banks are instructed to deposit daily cash proceeds into bank account open in the name of head office. സ്വാഭാവികമായിട്ടും ബാങ്കിൽ ക്യാഷ് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യണം. അതായത് ബ്രാഞ്ചിൽ പ്രോഡക്റ്റ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ, സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാഞ്ചിന് എന്തുണ്ടായിരിക്കും, ക്യാഷ് ഇൻകം വന്നിരിക്കും. ആ ഇൻകം എന്ത് ചെയ്യണം, ബാങ്കിൽ ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ടിൽ ഒരു നെയിമിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് അതിനകത്ത് ഡെയിലി ഡെപ്പോസിറ്റ് ചെയ്യണം. ഇപ്പോൾ ഈവനിങ് ടൈമിലാണ് ക്യാഷ് വരുന്നതെങ്കിൽ ബാങ്കിന്റെ വർക്കിംഗ് അവേഴ്സ് നമുക്കറിയാലോ 4 o'clock വരെയാണ്. അപ്പോൾ അതിനുശേഷം ക്യാഷ് ട്രാൻസാക്ഷൻസ് ബാങ്ക് നടക്കില്ല. അങ്ങനെയാണെങ്കിൽ 4 o'clock ശേഷം വന്നിട്ടുള്ള ക്യാഷ് എന്ത് ചെയ്യണം, നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ ഏർലി മോർണിംഗിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ സെയിൽസ് ആർ generally made on cash basis, but some branches are authorized to make the credit sales also. അപ്പോൾ ഹെഡ് ഓഫീസിന്റെ സാങ്ഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ബ്രാഞ്ചിന് എന്ത് ചെയ്യാം, ക്രെഡിറ്റിന് സെയിൽ ചെയ്യാം. എന്നാൽ ഡിപ്പെൻഡന്റ് ബ്രാഞ്ചിൽ സ്വാഭാവികമായിട്ടും എന്തില്ല, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഇല്ല, ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻസ്. ഓക്കെ, ദെൻ ബ്രാഞ്ചസ് കീപ് ഓൺലി സം മെമ്മോറാണ്ടം റെക്കോർഡ്സ്. മെമ്മോറാണ്ടം റെക്കോർഡ്സ് ബാങ്ക് കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അതിപ്പോൾ ഒരു കാഷ്യർ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾ, അയാൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു സെപ്പറേറ്റ് ക്യാഷ് റെസീവ്സും ക്യാഷ് പേയ്മെന്റും വേണ്ടിയിട്ടുള്ളൊരു റെക്കോർഡ്സ് കീപ്പ് ചെയ്ത് പോവുക. അത് അയാളുടെ ജെന്യൂനിറ്റി എത്രമാത്രം ഉണ്ട് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ബുക്ക്. അല്ലാതെ ഓതറൈസ്ഡ് ആയിട്ടുള്ള റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് ആരാണ്, ഹെഡ് ഓഫീസ് തന്നെയാണ്. ഓക്കെ, there are 4 methods of accounting of dependent branches. ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസ് കീപ്പ് ചെയ്യുന്നത് 4 മെത്തേഡ് ഓഫ് അക്കൗണ്ട്സ് ആണ്. നമ്പർ 1, ഡെറ്റേഴ്സ് സിസ്റ്റം അല്ലെങ്കിൽ ഡെറ്റേഴ്സ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഡെറ്റേഴ്സ് സിസ്റ്റം ഫോളോ ചെയ്യുന്നു. സെക്കൻഡ് വൺ, സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം. തേർഡ് വൺ, ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം. ആൻഡ് ഫോർത്ത് വൺ, ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം.
ഓക്കെ, അതായത് ഡെറ്റേഴ്സ് സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിസ്റ്റം അക്കൗണ്ട്സിൽ ഫോളോ ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്, ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്, ദെൻ ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം. അപ്പൊ ഇതിൽ എക്സാമിന് ചോദിക്കാറുള്ളത് ഈ ഒരു രണ്ട് കേസാണ്. ഒന്ന് ഡെറ്റേഴ്സ് സിസ്റ്റം, രണ്ടാമത്തത് സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം ആണ്. അപ്പൊ ഈ 4 മെത്തേഡാണ് ഡിപ്പെൻഡന്റ് ബ്രാഞ്ചസിൽ അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. വൺസ് മോർ, ഡെറ്റേഴ്സ് സിസ്റ്റം, സെക്കൻഡ് വൺ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം, തേർഡ് വൺ ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം, ആൻഡ് ഫോർത്ത് വൺ wholesale branch system. Okay, is it clear?